നമ്മുടെയൊക്കെ ജീവിതത്തിൽ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തണ്ട എന്ന് കരുതി സ്വന്തം താല്പര്യങ്ങൾ മാറ്റിവെച്ച് പലപ്പോഴും നമ്മൾ എല്ലാവർക്കും യെസ് പറയാറുണ്ട്. ശരിയല്ലേ? സുഹൃത്തുക്കളുടെ കാര്യങ്ങളായിരിക്കാം, ഓഫീസിൽ നിങ്ങളുടെ പരിധിയിൽ കവിഞ്ഞ ജോലികളായിരിക്കാം, അങ്ങനെ പലതും. ഇതിനൊക്കെ മനസ്സുകൊണ്ട് ഒട്ടും താല്പര്യമില്ലെങ്കിലും മുഖത്ത് നോക്കി ഒരു നോ പറയാൻ നമ്മൾ പലപ്പോഴും മടിക്കും. ഇങ്ങനെ എല്ലാവരെയും എപ്പോഴും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ പൊതുവെ നമ്മൾക്ക് പീപ്പിൾ പ്ലീസർ എന്ന് വിളിക്കാം. എന്നാൽ ഓർക്കുക, മറ്റുള്ളവർക്ക് എപ്പോഴും യെസ് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മാനസികാരോഗ്യത്തിനും സ്വപ്നങ്ങൾക്കും കൂടിയാണ് നോ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും മികച്ച ബന്ധങ്ങളും ഉണ്ടാവണമെങ്കിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് ബൗണ്ടറി സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൃത്യമായ അതിരുകൾ നിശ്ചയിക്കുക എന്നുള്ളത്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് എങ്ങനെ മറ്റുള്ളവരുമായി ആരോഗ്യകരമായ അതിരുകൾ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ചാണ്. ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെയും വ്യക്തിത്വത്തെയും പുതിയൊരു ലെവലിലേക്ക് എത്തിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പലരും വിചാരിക്കുന്നത് അതിരുകൾ വയ്ക്കുക എന്നാൽ മറ്റുള്ളവരുമായി വഴക്കിടുകയോ അല്ലെങ്കിൽ അവരെ അകറ്റി നിർത്തുകയോ ചെയ്യുക എന്നാണ്. എന്നാൽ സത്യം അതല്ല. നമ്മുടെ വീടിന് ചുറ്റും നമ്മളൊരു വേലി കെട്ടാറുണ്ട്, ശരിയല്ലേ? അതൊരിക്കലും മറ്റുള്ളവരോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മുടെ വീട്ടിലേക്ക് കടക്കരുത് എന്ന് വിചാരിച്ചിട്ടോ അല്ല, മറിച്ച് ആ വീടിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സും നമ്മുടെ സമയവും. നമ്മുടെ ജീവിതത്തിലേക്ക് ആർക്കൊക്കെ എത്രത്തോളം പ്രവേശനം നൽകണം, മറ്റുള്ളവർ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമ്മൾ തന്നെയാണ് നിശ്ചയിക്കേണ്ടത്. അതിനുവേണ്ടി ഉണ്ടാക്കുന്ന അദൃശ്യമായ വരകളെയാണ് ബൗണ്ടറീസ് എന്ന് വിളിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള അതിരുകളുണ്ട്. ഒന്നാമത്തേത് ഫിസിക്കൽ ബൗണ്ടറീസ് ആണ്. അതായത് നമ്മുടെ വ്യക്തിപരമായ ഒരിടം, നമ്മുടെ ശാരീരികമായ സുരക്ഷിതത്വമാണ് അതിലുദ്ദേശിക്കുന്നത്. നമുക്കൊരു പ്രൈവറ്റ് സ്പേസ് ഉണ്ടായിരിക്കണം. രണ്ടാമത്തേത് നമ്മുടെ ടൈമിനെയും എനർജിക്കുമുള്ള ബൗണ്ടറിയാണ്. നിങ്ങളുടെ സമയത്തെയും അധ്വാനത്തെയും മറ്റുള്ളവർ ചൂഷണം ചെയ്യാതെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ അത്യാവശ്യങ്ങളിൽ ഒന്നാണ്. കാരണം നഷ്ടപ്പെട്ട സമയം ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ നഷ്ടപ്പെട്ട എനർജിയും നിങ്ങൾക്ക് തിരിച്ചു കിട്ടില്ല. നിങ്ങളുടെ അധ്വാനം ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾക്ക് വേണ്ടിയുള്ളതായിരിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ സമയത്തെയും അധ്വാനത്തെയും മറ്റുള്ളവർ ചൂഷണം ചെയ്യാതെ നിങ്ങൾ സംരക്ഷിച്ചേ മതിയാവൂ. മൂന്നാമത്തേത് ഇമോഷണൽ ബൗണ്ടറിയാണ്. മറ്റുള്ളവരുടെ നെഗറ്റീവ് ഇമോഷൻസും സ്ട്രെസ്സും നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം തകർക്കാതെ നോക്കണം. അല്ലെങ്കിൽ മറ്റൊരാളുടെ ഇടപെടലുകൾ മൂലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മനസ്സിന് അസ്വസ്ഥതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ഇതാണ് ഇമോഷണൽ ബൗണ്ടറി. നിങ്ങൾക്ക് ജീവിതത്തിൽ കൃത്യമായ അതിരുകൾ ഇല്ല എന്ന് എങ്ങനെ തിരിച്ചറിയാം? അതിന് പ്രധാനമായിട്ടും 4 ലക്ഷണങ്ങളാണുള്ളത്. അതിലൊന്നാമത്തേത് നോ പറയാനുള്ള കടുത്ത ഭയമാണ്. ഒരു കാര്യത്തിന് ഇല്ല അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നമ്മളോട് ദേഷ്യം തോന്നുമോ, അല്ലെങ്കിൽ അവരെന്നെ ഒറ്റപ്പെടുത്തുമോ, അവരെന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് കാര്യത്തിനും യെസ് പറഞ്ഞു പോകും. മനസ്സുകൊണ്ട് അത് നോയാണെങ്കിൽ പോലും പുറമെ നമ്മൾ യെസ് പറയും. രണ്ടാമത്തെ കാര്യമാണ് ഓവർ കമ്മിറ്റിംഗ്. നിങ്ങളുടെ സമയവും എനർജിയും ആവശ്യത്തിലും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. പിന്നീട് ആ സമയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം ചെയ്യാൻ സാധിക്കാതെ പോയതിനെക്കുറിച്ചോ ഓർത്ത് നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നു. മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ കമ്മിറ്റഡ് ആയിരിക്കുകയും എന്നാൽ സ്വന്തം കാര്യത്തിൽ അത്ര കമ്മിറ്റ്മെൻറ്റ് കാണിക്കാൻ സാധിക്കാതെയും പോകുന്നു. അതാണ് ഓവർ കമ്മിറ്റ്മെൻറ്റ്. മൂന്നാമത്തെ കാര്യം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കുന്നതാണ്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു, എന്ത് വിചാരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും നിങ്ങളുടെ സന്തോഷം. മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിങ്ങൾ സന്തോഷവതിയോ സന്തോഷവാനോ ആയിരിക്കും. എന്നാൽ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് മോശമാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ വിഷമിക്കും. എന്നാൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ സ്വയം വിലയിരുത്താൻ ശ്രമിക്കുകയല്ല അവിടെ ചെയ്യുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുന്നതിന് പകരം മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നോർത്താണ് നിങ്ങളവിടെ സന്തോഷിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യുന്നത്. നാലാമത്തെ കാര്യമാണ് നിരന്തരമായ ക്ഷീണവും ദേഷ്യവും. കാരണം എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തിട്ടും പലപ്പോഴും അവർ നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നൊരു വിഷമം നമുക്കുണ്ടാവും. ആ വിഷമം പതുക്കെ ദേഷ്യമായി മാറും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്ത് തളർന്നു പോകുമ്പോൾ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപേ തന്നെ നമ്മൾ ക്ഷീണിതരാകും. എല്ലാവർക്കും വേണ്ടി എല്ലാം ചെയ്തിട്ടും അവസാനം ഉള്ളിൽ സങ്കടവും എല്ലാവരോടുള്ള ദേഷ്യം മാത്രമായിരിക്കും മനസ്സിൽ അവശേഷിക്കുക.
ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ബന്ധങ്ങളിൽ അതിരുകൾ സൂക്ഷിച്ചേ പറ്റൂ. ഇനി ഇത്തരം ബൗണ്ടറികൾ എങ്ങനെ സെറ്റ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യത്തെ സ്റ്റെപ്പ്, നിങ്ങളുടെ സ്വന്തം അതിരുകൾ എവിടെയാണ് എന്ന് നിങ്ങൾ സ്വന്തം തിരിച്ചറിയുക. ഏതൊക്കെ സാഹചര്യത്തിലാണ് നിങ്ങൾക്ക് അമിതമായ സ്ട്രെസ് അല്ലെങ്കിൽ ദേഷ്യം വരുന്നത് എന്ന് നിരീക്ഷിക്കുക. ഉദാഹരണത്തിന്, ഓഫീസ് ടൈം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞിട്ടും ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു കോളോ മെസ്സേജോ വരുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ടൈം ബൗണ്ടറി ലംഘിക്കപ്പെടുന്നു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എപ്പോഴും നിങ്ങളെ വിളിച്ച് നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിങ്ങളുടെ മൂഡ് കളയുന്നുണ്ടെങ്കിൽ അവിടെ ഇമോഷണൽ ബൗണ്ടറി തകരുന്നു എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ റൂമിലേക്ക് മറ്റൊരാൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്കതൊരു ഇറിറ്റേഷനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഫിസിക്കൽ ബൗണ്ടറി ലംഘിക്കപ്പെടുന്നു എന്ന് വേണം മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഏതൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളാൻ കഴിയുക, ഏതൊക്കെയാണ് ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്ന് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പ്, സൗമ്യമായി എന്നാൽ ദൃഢമായി നോ പറയാൻ പഠിക്കുക എന്നതാണ്. അതിരുകൾ വയ്ക്കുക എന്നാൽ ദേഷ്യപ്പെട്ട് സംസാരിക്കുക എന്നല്ല. വളരെ ശാന്തമായി, സ്നേഹത്തോടെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ വേണം അതിരുകൾ വ്യക്തമാക്കാൻ. ഇതിനെ നമുക്ക് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്നും പറയാം. അതായത് നമുക്ക് എന്താണോ പറയാനുള്ളത് ആ ഒരു കാര്യം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേദന ഉണ്ടാക്കാത്ത രീതിയിൽ അവതരിപ്പിക്കുന്നതിനെയാണ് അസർട്ടീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിനായി നമുക്ക് ചില ലളിതമായ വാക്യങ്ങൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, ഓഫീസിൽ നിങ്ങൾക്ക് അധിക ജോലി വരുമ്പോൾ, ഈ പ്രൊജക്റ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്, പക്ഷേ എൻ്റെ കയ്യിലുള്ള ജോലികൾ തീർക്കേണ്ടതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറയാം. അതുപോലെ സുഹൃത്തുക്കളുടെ അനാവശ്യ നിർബന്ധങ്ങൾ വരുമ്പോൾ ഞാൻ വരുന്നില്ല എന്ന് തീർത്ത് പറയുന്നതിന് പകരം എന്നെ ക്ഷണിച്ചതിന് നന്ദി, പക്ഷേ ഇന്ന് എനിക്ക് ചില കാരണങ്ങൾ കൊണ്ട് വരാൻ സാധിക്കില്ല എന്ന് വളരെ സൗമ്യമായിട്ട് നമുക്ക് നോ പറയാം. ഓർക്കുക, നോ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് സെൻറ്റൻസ് ആണ്, ഒരു കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിന് മറ്റ് വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ് കുറ്റബോധം ഒഴിവാക്കുക എന്നുള്ളതാണ്. ആദ്യമായി ഒരാളോട് നോ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു അതിര് വയ്ക്കുമ്പോൾ ഉള്ളിൽ വലിയൊരു കുറ്റബോധം തോന്നുന്നത് സ്വാഭാവികം മാത്രമാണ്. എന്നാൽ സ്വന്തം മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുന്നത് ഒരിക്കലും സ്വാർത്ഥതയോ സെൽഫിഷ്നെസ്സോ അല്ല. അതെപ്പോഴും സെൽഫ് കെയറിൻ്റെയും സെൽഫ് ലവിൻ്റെയും ഭാഗമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ ചില കാര്യങ്ങളോട് നോ പറഞ്ഞേ മതിയാവൂ. നിങ്ങൾ അതിരുകൾ വെക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ അത് മനസ്സിലാക്കും. എന്നാൽ നിങ്ങളെ ചൂഷണം ചെയ്യാൻ നോക്കുന്ന ആളുകൾക്ക് മാത്രമേ നിങ്ങളോടോ അല്ലെങ്കിൽ നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ബൗണ്ടറീസിനോടോ ദേഷ്യം തോന്നുകയുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം മറ്റുള്ളവരുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക. നിങ്ങൾ അനുവദിക്കുന്ന രീതിയിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളോട് പെരുമാറാൻ അവസരം കൊടുക്കാവൂ. അതുകൊണ്ട് ഇന്നു മുതൽ നിങ്ങളുടെ സമയത്തിനും സമാധാനത്തിനും കൃത്യമായ അതിർവരമ്പുകൾ നിശ്ചയിച്ചു തുടങ്ങണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ നിങ്ങളുടെ പീപ്പിൾ പ്ലീസറായ കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. മറ്റുള്ളവരോട് നോ പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ടെങ്കിൽ അത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാം. നിങ്ങളുടെ ജീവിതശൈലിയും മാനസികാരോഗ്യവും കൂടുതൽ മികച്ചതാക്കാനുള്ള ഇത്തരം ശാസ്ത്രീയമായ ഇൻസൈറ്റുകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ യുവർ വാല്യുബിൾ ടൈം. അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ മൈൻഡ്ഫുൾ, സ്റ്റേ ഫോക്കസ്ഡ്.